once again welcome back to our English class. അപ്പോൾ മക്കൾ ഇതാ എന്താണ് എക്സാം ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു വെക്കേഷൻ മൂഡിലായിരിക്കും. ഇനി ഫുള്ള് ട്രിപ്പ് മൂഡ്, വെക്കേഷൻ മൂഡ്, കളി കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. സോ എങ്ങനെയെങ്കിലും എക്സാം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നായിരിക്കും ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചിന്ത. എക്സാം കഴിഞ്ഞ കുറേ സിനിമ കാണുന്ന, കുറേ ഫുഡ് കഴിക്കുന്ന, കുറേ എന്താണ് ട്രിപ്പ് കാര്യങ്ങൾ, സൈക്ലിംഗ് ഒക്കെ ആയിരിക്കും അല്ലേ. യെസ്, എമ്പുരാനൊക്കെ കറണ്ടല്ലേ, എമ്പുരാനി. ഓക്കെ, എനിവേ അപ്പോൾ അതിന് മുൻപ് എന്തായാലും നമ്മുടെ പരീക്ഷ തീർക്കണം. സോ ഇന്ന് നമ്മൾ ആക്ച്വലി നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നോക്കുക, നമുക്കൊരു സ്പീച്ച് ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഇപ്പോൾ നിങ്ങൾ 6th ആയി, ഇപ്പോൾ 7th 8th 9th 10th +1 +2 ഒരു സ്പീച്ച് ക്വസ്റ്റ്യൻ എന്തായാലും, ഒരു സ്പീച്ച് ചോദ്യം എന്തായാലും എന്തുണ്ടാവും, നമ്മുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു പാഠത്തിൽ നിന്നും നമ്മുടെ ദ ഗ്രെയിൻ ഈസ് ആസ് ബിഗ് ആസ് എ ഹെൻസ് എഗ് എന്നുള്ള പാഠത്തിൽ നിന്നും ഇവിടെ നോക്കുക, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യം ഇവിടെ പഠിക്കാം. ഓക്കെ, ദ കിങ് ഡിസൈർഡ് ടു ഓണർ ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. നമ്മുടെ രാജാവ് എന്ത് തീരുമാനിച്ചു, നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഒന്ന് ആദരിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ഇത്രയും നല്ലൊരു മനുഷ്യനല്ലേ, അദ്ദേഹത്തിന് ഒരു പൊന്നാടൊക്കെ അണിയിച്ച് എന്താണ് ഉമ്മയൊക്കെ കൊടുത്ത് എന്ത് ചെയ്യണം, അദ്ദേഹത്തെ ഒന്ന് വിടണം. ഓക്കെ, ഹി ഓർഗനൈസ്ഡ് എ ഫംഗ്ഷൻ ടു ഫെലിസിറ്റേറ്റ് ഹിം. രാജാവ് എന്ത് ചെയ്തു, നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറെ ആദരിക്കാൻ വേണ്ടി ഒരു പ്രോഗ്രാം ഒക്കെ എന്ത് ചെയ്തു, അദ്ദേഹം ഫുൾ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി സംഭവം. ഓക്കെ, ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മെയ്ഡ് എ സ്പീച്ച് അബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലൈഫ് സ്റ്റൈൽ ആൻഡ് ദ മെത്തേഡ്സ് ഓഫ് ഫാർമിംഗ് ഡ്യൂറിംഗ് ഹിസ് ഓൺ ടൈം ആൻഡ് ദാറ്റ് ഓഫ് ദ പ്രസന്റ് ജനറേഷൻ. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു, ആദരിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം മൈക്കിന്റെ മുന്നിലേക്ക് പ്രസംഗിക്കാൻ വന്നു. പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം എന്തിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്തുള്ള കൃഷികളെക്കുറിച്ചും അന്നത്തെ കൃഷി രീതികളെക്കുറിച്ചും മനുഷ്യരുടെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ എന്ത് ചെയ്ത് ഇന്നത്തെ 2K കിഡ്സിന് എന്ത് ചെയ്തു, പറഞ്ഞു ഒന്ന് കൊടുത്തു. ഓക്കെ, വാട്ട് വുഡ് ബി ദ ലൈക്ലി സ്പീച്ച് മെയ്ഡ് ബൈ ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. എന്തായിരിക്കും ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പീച്ചിന്റെ പൊരുള എന്തായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നമ്മൾ ഇതിന് ഉത്തരം എഴുതാം? ഹൗ ക്യാൻ വി ഗിവ് ആൻ ആൻസർ? ഇതൊരു സ്പീച്ചാണ്, നമ്മൾ വിഷയം പറഞ്ഞു അല്ലേ, എന്താണ് അദ്ദേഹത്തിന്റെ കാലത്തുള്ള കൃഷികളും ആ രീതികളും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം പറയുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതും? നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള, കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ വലിയ കടുകട്ടി ഭാഷയൊന്നും നമുക്ക് വേണ്ട, വളരെ കുഞ്ഞ് ഇംഗ്ലീഷ് മതി. ഓക്കെ, വളരെ സിമ്പിൾ ലാംഗ്വേജ് യു ഗൈസ് കെൻ യൂസ്. അപ്പോൾ ലെറ്റ്സ് സീ നമുക്കിതിന് എങ്ങനെ ഒരു സ്പീച്ച്, ഒരു ഉത്തരം എഴുതാം എന്നുള്ളത്. ലെറ്റ്സ് സീ, ഇവിടെ നോക്കുക, റൈറ്റ് ദ സ്പീച്ച് യൂസിങ് ദ ഹിൻസ് ഗിവൻ ഇൻ ദ ബോക്സ് ബിലോ. നോക്കാം, ഇവിടെ നമുക്ക് ഒരുപക്ഷെ എക്സാമിൽ നിങ്ങൾക്ക് ഇതേപോലെ കുറേ ഹിൻസ് തരും. അതായത് ഫാമിങ്, കൃഷി രീതികൾ, ഓൺലാൻഡ് എന്താണ് എല്ലാം എന്ത് ചെയ്തു, കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നവർ മുറ്റത്ത് തന്നെ, ഇങ്ങനെയുള്ള ക്ലൂസ് ചിലപ്പം തരും. ഇനി അത് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തില്ല, ഒരു കുഴപ്പവും ഇല്ല. ബിക്കോസ് എന്താണ്, നമ്മളെ പാഠത്തിൽ ശരിക്കും പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇവിടെ ശ്രദ്ധിക്കണേ. നമുക്ക് എങ്ങനെ തുടങ്ങാം? ആദ്യം നമ്മൾ ഈ പ്രസംഗം തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ പ്രസംഗിക്കാൻ അവസരം തന്നതിനൊരു താങ്ക് യു പറയണം. ഓക്കെ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ സ്കൂൾസിലൊക്കെ ഒരു പരിപാടി നടക്കുമ്പോൾ നമ്മൾ ഗസ്റ്റിനെ വിളിച്ച ഗസ്റ്റ് ആദ്യം എന്ത് പറയും, എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. അതേപോലെ അപ്പം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന്, നമുക്ക് സംസാരിക്കാൻ ഒരു സമയം തന്നതിന് നമ്മൾ എന്ത് പറയണം, നമ്മൾ തീർച്ചയായിട്ടും നന്ദി പറയണം, നമ്മൾ താങ്ക് യു പറയണം. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതവിടെ നമ്മൾ പഠിച്ചു, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു കേട്ടോ. സെക്കൻഡ് തിങ് നോക്കുക, ഐ ആം വെരി ഹാപ്പി ദാറ്റ് ദ കോർട്ട് ഹാസ് ഡിസൈർഡ് ടു ഫെലിസിറ്റേറ്റ് മീ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം. സെക്കൻഡ്, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഓണർ ഫോർ എ പേഴ്സൺ ലൈക്ക് മീ ആൻഡ് I am only happy to share with you the details of lifestyle and farming during our time. നോക്കുക, നമുക്കിങ്ങനെ പറയാം, എന്നെ പോലെ കർഷകനെ നിങ്ങൾ ആദരിച്ചതിൽ എനിക്ക് എന്തുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ കാലത്തുള്ള കൃഷി രീതിയെക്കുറിച്ച് നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് അതിലേറെ സന്തോഷമുണ്ട്. സോ ഞാൻ എന്തിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്, എൻ്റെ കാലത്ത് പണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത്, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത്, എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലേ, എൻ്റെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു കൃഷി രീതികൾ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അറ്റ് ദാറ്റ് ടൈം മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ ലിവ്ഡ് ബൈ അവർ ഓൺ ലേബർ. അന്ന് എല്ലാവർക്കും എന്താ, അവനവൻ്റെതായിട്ടുള്ള ജോലികളുണ്ട്. ഓക്കെ, നമുക്കൊക്കെ എന്തുണ്ടാ, നമ്മളുടേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ജോലികളുണ്ട്. നോ വൺ ക്വീറ്റഡ് വാട്ട് അതേഴ്സ് ഹാഡ് പ്രൊഡ്യൂസ്ഡ്. വി യൂസ്ഡ് നേച്ചുറൽ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ. ആരും എന്ത് ചെയ്തിട്ടില്ല, മറ്റൊരാൾ എന്താണ് കൃഷി ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾ കൃഷി ചെയ്തതിനൊക്കെ നോക്കി ഒന്നും ചെയ്യാറില്ല. ഓക്കെ, നൗ എല്ലാവരും എന്താ ചെയ്തത്, നേച്ചുറൽ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ, നേച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിപരമായിട്ടുള്ള കൃഷി രീതിയാണ് എന്ത് ചെയ്തത്, എല്ലാവരും ഉപയോഗിച്ചത്. ഓക്കെ, പീപ്പിൾ
പീപ്പിൾ were നോട്ട് സെൽഫിഷ് ആൻഡ് സെൽഫ് സെൻറ്റർ. അന്ന് ആളുകൾ എന്തല്ല ഒരിക്കലും ഒട്ടും സ്വാർത്ഥരല്ല. ഓക്കെ, ആളുകൾ എന്തല്ല ഒട്ടും 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 സ്വാർത്ഥരല്ല. ആളുകൾക്ക് ഒരിക്കലും മറ്റൊരാളെ അയ്യോ അയാൾ എന്താ ചെയ്യുന്നത്, അയാളുടെ കയ്യിൽ എത്രയാ പൈസ, അയാൾ ഇന്ന ഹാൻഡ് ബാഗ് ഉപയോഗിച്ചു, ഓ അയാളെ ഷൂ കണ്ടു, ഇങ്ങനെ ഒന്നും നോക്കുന്ന ഒരു സ്വഭാവം എന്തില്ല അന്ന് ആളുകൾക്കില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് നോക്കൂ, we're much happier, healthier than the present generation. But what is going on now? ഇപ്പോൾ എന്താ ഇപ്പോൾ കഥ, ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴുള്ള ആളുകൾ അവരൊക്കെ എങ്ങനെയാണ് നോക്കൂ, പീപ്പിൾ ലിവ് ബൈ ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു. ഞാൻ ഫുൾ എന്ത് ചെയ്യുന്നു, മറ്റൊരാളെ നോക്കുന്നു. എനിക്ക് അയാൾ ഇത് ചെയ്തു തരണം, അമ്മ എനിക്ക് പൈസ തരട്ടെ, അച്ഛൻ എനിക്ക് അത് വാങ്ങിത്തരട്ടെ, ബ്രദർ എനിക്ക് ഇത് വാങ്ങിത്തരട്ടെ, ഞാൻ ജോലിക്കൊന്നു പോലെ. അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ആർക്കുള്ളത്? ഇപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ലേ. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്താൽ വി ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരുടെ മേലെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. മനസ്സിലായോ? വാസ് ദ പോയിന്റ് ഹിയർ? നമ്മൾ എന്ത് ചെയ്തു, വി ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരുടെ മേലെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യരുത്. മോർ ഓവർ ദേ ആർ ജെലസ് ആൻഡ് ഗ്രീഡി. ഇന്നത്തെ കുട്ടികൾ എന്താ ഭയങ്കര അസൂയാലുക്കളാണ്, ഭയങ്കര കുശുമ്പാണ്, ഭയങ്കര ഗ്രീഡിയാണ്, ഭയങ്കര അത്യാഗ്രഹമാണ്. എനിക്കത് വേണം, എനിക്ക് ബൈക്ക് വേണം, എനിക്ക് ആപ്പിളിൻ്റെ ഐഫോൺ വേണം, എനിക്ക് എന്താണ് എനിക്ക് അഡിഡാസിൻ്റെ ഷൂസ് വേണം, എനിക്ക് എന്താ പറയുക റാനോൻ്റെ വാച്ച് വേണം. ഇങ്ങനെ ഭയങ്കര എന്താ പറയുക ഗ്രീഡാണ് കുഞ്ഞുങ്ങൾക്ക്, ചെറിയ മക്കൾക്ക് മുതൽ എന്താ ഭയങ്കര ഗ്രീഡായിട്ട് തോന്നും അല്ലേ. നൗ ഫാമേഴ്സ് ഹാവ് എ പ്രോഫിറ്റ് മോട്ടീവ്. കർഷകരെ കുറിച്ച് പറയുമ്പോൾ കർഷകർക്കൊക്കെ എന്താണ്, ഒരുപാട് പ്രോഫിറ്റ് വേണം, ലാഭം മാത്രമേ എന്തുള്ളൂ അവരെല്ലാവരുടെ മനസ്സിലുമുള്ളൂ. സോ ദേ യൂസ് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ. അവരും എന്താണ്, അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ. ഇന്ന് ഒരുപാട് എന്താ പറയുക മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന ഒരുപാട് വളങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഉപയോഗിക്കുന്നുണ്ട്. സോ മനുഷ്യർ ആരോഗ്യം ചീത്തയാക്കുന്ന, നമ്മുടെ ഹെൽത്ത് വീക്കാക്കുന്ന ഒരുപാട് പെസ്റ്റിസൈഡ്സ് പോലുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നു, അവർ ഉപയോഗിക്കുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു, വളരെ മാരകമായിട്ടുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നു. അതെന്താകുന്നുണ്ട്, വളരെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ എന്ത് ചെയ്യുന്നടാ, അത് കാരണമാകുന്നുണ്ട്. ഇത്ര നമ്മൾ പറയണം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ നമ്മുടെ പാഠത്തിൽ നമ്മളെ പഠിപ്പിച്ചതാണ്. ഇനി I don't want to prolong my speech. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഒരു നിമിഷം നമ്മൾ നിർത്തി. ഓക്കെ, പ്രിയപ്പെട്ടവരെ, എന്നിട്ട് നമ്മൾ എന്ത് പറയും, ഐ ഡോണ്ട് വോണ്ട് ടു പ്രൊലോങ് മൈ സ്പീച്ച്. എനിക്ക് എന്ത് വേണ്ട, എനിക്ക് എൻ്റെ പ്രസംഗം ഒരുപാട് നീട്ടിക്കൊണ്ടു പോകണം എന്നില്ല. ഐ ഡോണ്ട് വോണ്ട് ടു പ്രൊലോങ് മൈ സ്പീച്ച് അല്ലേ, എനിക്ക് എൻ്റെ പ്രസംഗം എന്താണ് ഒരുപാട് എനിക്ക് നീട്ടിക്കൊണ്ടു പോകണം എന്നില്ല. ഐ കൺവേ മൈ ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഹിസ് മജസ്റ്റി. ഞാൻ എൻ്റെ ഞാൻ ആരോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ഹൃദയം നിറഞ്ഞ, ഹോൾ ഹാർട്ടഡ് എന്ന് പറയുന്നുണ്ട്, ഒരു വാക്കുണ്ട് ഹോൾ ഹാർട്ടഡ് അല്ലേ, ഹൃദയം നിറഞ്ഞ നന്ദി ആരോട് പറയാൻ ആഗ്രഹിക്കുന്നു, രാജാവിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. ബിഫോർ ഐ കൺക്ലൂഡ്, ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ്, ഞാൻ നിർത്തുന്നതിന് മുൻപ്, ഐ ഹാവ് എ ഹംബിൾ റിക്വസ്റ്റ് ടു ദ കിങ്. എനിക്ക് രാജാവിനോടൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്ക് എൻ്റെ പ്രസംഗം നിർത്തുന്നതിന് മുൻപ് ബഹുമാനപ്പെട്ട രാജാവിനോട് എനിക്കൊരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്. ഐ ഹാവ് എ ഹംബിൾ റിക്വസ്റ്റ്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ടു പ്രൊമോട്ട് നേച്ചുറൽ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ ഫോർ ദ സേക്ക് ഓഫ് ഓൾ അവർ പീപ്പിൾ. എന്തിനാണ് നേച്ചുറൽ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ അല്ലേ? നോക്കൂ, ഇവിടെ എന്താ പറയുന്നത്, ഫോർ ദ നേച്ചുറൽ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ ഫോർ ദ സേക്ക് ഓഫ് ഓൾ അവർ പീപ്പിൾ. എന്ത് ചെയ്യണം രാജാവ്? നമ്മുടെ എല്ലാ കർഷകരോടും നേച്ചുറൽ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ, പ്രകൃതിപരമായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള കൃഷി രീതികൾ ഉപയോഗിക്കാൻ കർഷകരോട് നമ്മൾ പറയണം. ഒരിക്കലും എന്ത് ചെയ്യരുത്, മനുഷ്യരെ കൊല്ലുന്ന തരത്തിലുള്ള വളങ്ങൾ ഇടരുത്. ആർട്ടിഫിഷ്യൽ രീതികൾ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരുപാട് നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കരുത്. അപ്പോൾ ഇപ്പോഴും എന്ത് ചെയ്യുക, നേച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കണം. ഓക്കെ, നമ്മൾ ഒരിക്കലും ഒരുപാട് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് എന്ത് ചെയ്താൽ വി ഷുഡ് നോട്ട് യൂസ്. അത് മനുഷ്യരെന്ത് ചെയ്യും, ഇറ്റ് വിൽ കിൽ അവർ പീപ്പിൾ. അത് നമ്മുടെ ആളുകൾ എന്ത് ചെയ്യും, അത് നമ്മുടെ ആളുകളെ കൊല്ലും. അത് നമ്മുടെ ആളുകൾ എന്ത് ചെയ്യടാ, വല്ലാതെ ആളുകളെ കൊല്ലും. അപ്പോൾ എന്താ പറഞ്ഞത്, ഐ ഡോണ്ട് വാണ്ട് ടു പ്രൊലോങ് മൈ സ്പീച്ച്. രാജാവേ, എനിക്ക് എൻ്റെ പ്രസംഗം ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് വലിയ പ്രസംഗം ആക്കുന്നില്ല. ഐ കൺവേ മൈ ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഹിസ് മജസ്റ്റി. രാജാവിനോട് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രാജാവിനോട് ഞാൻ രേഖപ്പെടുത്തുന്നു.
രേഖപ്പെടുത്തുന്നു. Before I conclude, ഞാൻ നിർത്തുന്നതിന് മുൻപ് I have a humble request to the king. രാജാവിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണ്? To promote methods of natural methods of cultivation for the sake of all our people. നമ്മുടെ ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി രാജാവെ അങ്ങ് എന്ത് ചെയ്യണം? നേച്ചുറൽ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ, പ്രകൃതിദത്തമായിട്ടുള്ള വഴികൾ, കൃഷി രീതികൾ ആളുകളോട് നിങ്ങൾ ഉപയോഗിക്കാൻ പറയണം എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ സ്പീച്ച് ഇവിടെ നിർത്താം. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീച്ചിൻ്റെ ഒരു ഉത്തരം ഇവിടെ നിർത്താം. ഇത്രയും എഴുതി എന്താണ്? നിങ്ങൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ഉത്തരം എന്ത് ചെയ്ത് അടിച്ചു പൊളിച്ച് നിങ്ങൾ എന്ത് ചെയ്ത് ഉത്തരം എഴുതി. ഇതിൽ നല്ലൊരു ഉത്തരം എന്താണ്? ഇനി സ്വപ്നങ്ങളിൽ മാത്രം. ഓക്കെ, അപ്പോൾ യു ഗൈസ് ക്യാൻ എന്താണ് ഈസിലി ഗിവ് ദ ആൻസർ. ഓക്കെ, ഹാപ്പിലി യു ക്യാൻ ഗിവ് ദിസ് ആൻസർ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മീ അൻവറ ഫ്രം Xylem Learning. താങ്ക് യു.